ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിസിസിപ്പിയിലെ ചെറുപ്പകാലത്ത് കളിക്കുമ്പോൾ ഞാനായിരുന്നു ഭൂരിഭാഗം സമയത്തും ടീച്ചർ. പഠിപ്പിക്കുക ചെറുപ്പകാലത്തെ അതെനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വലുതാവുമ്പോൾ അധ്യാപികയാവും എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഞാൻ മാധ്യമപ്രവർത്തകയായി. ഒരാളുമായി നടത്തുന്ന സംഭാഷണത്തിനിടയിൽ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു എന്നവർ പറയുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് ഉണ്ടാകാറുള്ളത്. സന്തോഷത്തിൽ ഞാൻ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും. നിന്റെ ലെഗസി ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് മായ ആഞ്ചലോ പണ്ട് എന്നോട് പറഞ്ഞിരുന്നു. ദ ഓപ്ര ഷോ എന്ന പരിപാടിയിലൂടെ ലോകത്തെ മുഴുവൻ തന്നിലേക്ക് അടുപ്പിച്ച ഓപ്ര വിൻഫ്രിയുടെ വാക്കുകളാണിത്. ഇന്ന് ആഞ്ചലോയുടെ പ്രവചനം പോലെ തന്നെ ഓപ്ര ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല. മാധ്യമപ്രവർത്തക, ടെലിവിഷൻ ആങ്കർ, സാമൂഹ്യ പ്രവർത്തക, സിനിമാ താരം, ഒരൊറ്റ റോളിൽ തളച്ചിടാനാവാതെ അങ്ങനെ പല റോളുകളിലായി വിഘടിച്ചു കിടക്കുന്നതാണ് ഓപ്ര വിൻഫ്രിയുടെ സ്വത്വം. പലരുടെ ജീവിതത്തിലും പല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഒരൊറ്റ ഷോയിലൂടെ ഓപ്രയ്ക്ക് സാധിച്ചു എന്നതാണ് അവർ ജീവിതത്തിൽ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടമായി ഓപ്ര കണക്കാക്കുന്നത്. അത് ഓപ്രയ്ക്ക് തീരെ ചെറിയൊരു കാര്യമല്ല. തൻ്റെ ജീവിതത്തിന് തന്നെ ഊർജം പകരുന്ന ശക്തി സ്രോതസ്സാണ്. 70-ാം വയസ്സിൽ തൻ്റെ കാൽമുട്ടിൻ്റെ ഓപ്പറേഷന് ശേഷം അവർ തൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തി ബാക്കി ജീവിതത്തെ നോക്കിക്കാണുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 25 വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ അവർ തന്നെ പറയുന്നത് പോലെ മടുപ്പ് തോന്നാതെ മുന്നോട്ട് കൊണ്ടുപോയത് അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ്. US-ലെ തന്നെ ഏറ്റവും സ്വാധീനവും സാമ്പത്തിക ശേഷിയുമുള്ള വനിതയായി അവരെ നിലനിർത്തുന്നത് അതാണ്. 19-ാം വയസ്സിൽ CBS എന്നൊരു ലോക്കൽ ടെലിവിഷൻ ചാനലിൽ ന്യൂസ് ആങ്കറായിട്ടാണ് ഓപ്ര മാധ്യമപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് 1976-ൽ ABC ടെലിവിഷനിൽ ഓപ്ര റിപ്പോർട്ടറും കോ ആങ്കറുമായി ജോലി ആരംഭിക്കുന്നുണ്ട്. എന്നാൽ വാർത്താ റിപ്പോർട്ടിങ്ങിൽ സ്വയം പരിമിതപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ഓപ്ര അവിടെ നിന്നിറങ്ങി 1977-ൽ പീപ്പിൾ ആർ ടോക്കിംഗ് എന്നൊരു മോർണിംഗ് ഷോയുടെ ഭാഗമാവുന്നു. 1985 ഓപ്രയുടെ ജീവിതത്തിൽ നിർണായകമായൊരു വർഷമാണ്. ആലിസ് വാക്കറുടെ കളർ പർപ്പിൾ എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വേഷം ഓപ്രയ്ക്കുമുണ്ടായിരുന്നു. കളർ പർപ്പിളിലെ സോഫിയയ്ക്ക് ഏറെ പ്രേക്ഷക പ്രീതി ലഭിച്ചതോടെ പിന്നീട് ഒരുപാട് അവസരങ്ങൾ ഓപ്രയെ തേടി എത്തുകയും ചെയ്തു. 1990-ൽ ഓപ്ര സ്വന്തമായൊരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്രയുടെ ഹാർപ്പോ ഫിലിംസ് അന്നത്തെ പല പുസ്തകങ്ങളുടെയും സിനിമകളുടെയും അവകാശം വാങ്ങുന്നുണ്ട്. പിന്നീട് ഓപ്ര പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ചില ചിത്രങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ്. 2006-ൽ പുറത്തിറങ്ങിയ ഷാർലറ്റ് വെബ്, 2009-ൽ പുറത്തിറങ്ങിയ ദി പ്രിൻസസ് ആൻഡ് ദി ഫ്രോഗ് എന്നീ ചിത്രങ്ങളിൽ പ്രേക്ഷകർ കേട്ട ശബ്ദങ്ങളിൽ ഓപ്ര വിൻഫ്രിയുടെ ശബ്ദവും ഉണ്ടായിരുന്നു. പിന്നീട് ദ ബട്ട്ലർ, സെൽമ എന്നീ ചിത്രങ്ങളിൽ അഭിനേത്രിയായും ഓപ്ര വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തി. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ ആസ്പദമാക്കിയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്നു ഓപ്ര വിൻഫ്രി. മികച്ച ചിത്രത്തിനുള്ള അക്കാദമി അവാർഡിന് ആ ചിത്രം നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഒരുപാട് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ റോളുകളിൽ ഓപ്ര പിന്നീട് തന്റെ അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട്. പുസ്തക പ്രകാശന രംഗത്തേക്ക് ഓപ്ര കടക്കുന്നത് 2000-ലാണ്. ഓ ദ ഓപ്ര മാഗസിൻ ആരംഭിച്ച് 2 വർഷത്തിന് ശേഷം ഓ അറ്റ് ദ ഹോം മാഗസിൻ 2004-ൽ ആരംഭിക്കുന്നു. 2020-ൽ ഓപ്ര മാഗസിൻ റീബ്രാൻഡ് ചെയ്ത് ഓപ്ര ഡെയിലിയിലൂടെ ഓപ്ര ഡിജിറ്റൽ പ്രസിദ്ധീകരണ രംഗത്തേക്കും പ്രവേശിക്കുന്നു. അതോടൊപ്പം തന്നെ വർഷത്തിൽ 4 തവണ മാത്രം ഇറങ്ങുന്ന ഓ ക്വാർട്ടർലി എന്ന പ്രിന്റ് പ്രസിദ്ധീകരണവും ഓപ്ര ആരംഭിക്കുന്നുണ്ട്. 1998-ൽ ഓപ്ര വിപ്ലവകരമായ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നു. ഓക്സിജൻ മീഡിയ എന്ന സ്ഥാപനത്തിലൂടെ എന്റർടൈൻമെന്റ് രംഗത്തേക്ക് പ്രവേശിക്കുന്ന ഓപ്ര സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു കേബിൾ ടെലിവിഷൻ ആരംഭിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഡിസ്കവറി കമ്മ്യൂണിക്കേഷൻ എന്ന നെറ്റ്വർക്കുമായി പാർട്ണർഷിപ്പിലായിരുന്ന ഓപ്ര പിന്നീട് ഓപ്ര വിൻഫ്രി നെറ്റ്വർക്ക് എന്ന സ്വന്തം ടെലിവിഷൻ കമ്പനി തുടങ്ങുന്നു. തന്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഷോയായ ഓപ്ര വിൻഫ്രി ഷോ 2011-ൽ അവസാനിപ്പിക്കുമെന്ന് 2009-ലെ ഓപ്ര പറഞ്ഞിരുന്നു. 2011-ൽ ഓപ്ര വിൻഫ്രി നെറ്റ്വർക്കിൽ പ്രൈം ടൈം ഇന്റർവ്യൂ പ്രോഗ്രാമുമായി ഓപ്ര വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 2018-ൽ ആപ്പിൾ ടിവിയുമായി കരാറുണ്ടാക്കുന്ന ഓപ്ര ഡിജിറ്റൽ രംഗത്തേക്കും സജീവമാകുന്നു. 2020-ൽ ഓപ്ര ടോക്സ് COVID-19 എന്ന പരിപാടിയുടെ ഹോസ്റ്റും നിർമ്മാതാവുമാകുന്നു. ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായ ജോർജ് ഫ്ലോയിഡ് അമേരിക്കയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്രൂരമർദ്ദനത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ വംശീയതയ്ക്കെതിരായി വേർ ഡു വി ഗോ ഫ്രം ഹിയർ എന്ന ഡിസ്കഷൻ പ്രോഗ്രാം ഓപ്ര ആരംഭിച്ചു. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഓപ്ര വിൻഫ്രി സജീവ സാന്നിധ്യമാണ്. ഓപ്ര ഏഞ്ചൽ നെറ്റ്വർക്കിലൂടെ ലോകത്തുടനീളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഓപ്ര ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. 2007-ൽ സൗത്ത് ആഫ്രിക്കയിലെ നിർധനരായ കുട്ടികൾക്കായി അവർ നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. കുട്ടികൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ തുറന്ന കുരിശുയുദ്ധത്തിന് തന്നെ ഓപ്ര ഇറങ്ങിത്തിരിച്ചു. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഓപ്ര തയ്യാറായിരുന്നില്ല. 2010 മുതൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനും മറ്റുമായി നിരവധി അവാർഡുകളാണ് ഓപ്രയെ തേടിയെത്തിയത്. 2018-ൽ സെസിൽ ബി ഡെമെല്ല അവാർഡ്, ആജീവനാന്ത നേട്ടത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് ഓപ്ര നേടി.
അന്നവർ ആ വേദിയിൽ നടത്തിയ വികാരാധീനമായ പ്രസംഗം വംശീയ ലിംഗ സമത്വത്തിനു വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. അവരുടെ പ്രസംഗം അവസാനിക്കുമ്പോൾ അവരോടുള്ള ആദരവ് കൊണ്ട് എഴുന്നേറ്റ് നിന്ന കാണികൾ അവർക്ക് വേണ്ടി കരഘോഷം മുഴക്കുന്നുണ്ടായിരുന്നു. ഓപ്ര വിൻഫ്രിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന ആത്മവിശ്വാസം അവർ ചെറുപ്പം മുതലേ കടന്നുപോയ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് അവർ ആർജിച്ചെടുത്തതാണ്. ഈ അടുത്ത് ഓപ്ര വിൻഫ്രി ചർച്ച ചെയ്യപ്പെടുന്നത് അമിതവണ്ണത്തിന് ചികിത്സ കഴിഞ്ഞ് തന്റെ പുതിയ രൂപത്തിലുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചപ്പോഴാണ്. ഓപ്ര തന്നെ പറയുന്നത്, ഞാൻ 50 വർഷത്തോളം ഭാരം തലയിൽ ചുമക്കുകയായിരുന്നു എന്നാണ്. അമിതവണ്ണത്തിന്റെ പേരിൽ ഓപ്ര നിരവധി തവണ പരിഹസിക്കപ്പെടുകയും അത് അവരെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അമിതവണ്ണം ഒരു രോഗാവസ്ഥയാണ്, അത് ഇച്ഛാശക്തിയെ ബാധിക്കുന്ന കാര്യമല്ല, അത് തലച്ചോറിനെ ബാധിക്കുന്നതാണ് എന്നാണ് ഓപ്ര പറയുന്നത്. പീപ്പിൾ എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വ്യായാമത്തിനൊപ്പം ചില അംഗീകൃത മരുന്നുകളും അമിതവണ്ണം ചികിത്സിക്കാൻ താൻ ഉപയോഗിച്ചിരുന്നു എന്ന ഓപ്രയുടെ വെളിപ്പെടുത്തൽ. മറ്റുള്ളവരിൽ നിന്നും, പ്രത്യേകിച്ച് സ്വയം തോന്നുന്ന അപമാനത്തിൽ നിന്നുമുള്ള കാരണം പൂർണ്ണമായും ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് ഓപ്ര പ്രതികരിച്ചത്. ഹവായിയിൽ ഞാനൊരു കുന്നും പ്രദേശത്താണ് താമസിക്കുന്നത്. വീടിനടുത്ത് വലിയൊരു മലയുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി, ദൈവമേ, ഒരു ദിവസം എനിക്ക് ആ മലമുകളിലേക്ക് നടക്കണം എന്ന് പറയുമായിരുന്നു. കഴിഞ്ഞ വർഷം ക്രിസ്മസിന് ഞാൻ അത് ചെയ്തു. അതെനിക്ക് വീണ്ടെടുപ്പ് പോലെ തോന്നി. ഇതുപോലെ ഒരുപാട് വീണ്ടെടുപ്പുകളുടെ ആത്മവിശ്വാസമാണ് ഓപ്രയെ ഒരൊറ്റ റോളിൽ തളച്ചിടാതെ മുന്നോട്ട് നയിക്കുന്നത്. അനവധി കാര്യങ്ങൾ തൻ്റെ 70കളിലും തനിക്ക് ചെയ്യാനാകും എന്ന ആത്മവിശ്വാസമാണ് ഓപ്ര വിൻഫ്രി എന്ന നിർവചനങ്ങൾക്ക് അതീതയായ വനിതയെ മുന്നോട്ട് നയിക്കുന്നത്.